ഇക്വേഷൻ. അതായത് നമ്മുടെ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഒക്കെ എടുക്കണതിന് പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. V is equal to V of x നെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. അതാണ് ഞാൻ ആദ്യം എഴുതാൻ പോകുന്ന ഇക്വേഷൻ. V is equal to എന്ന് പറയുന്നത് V of x ആണ് ഇക്വേഷൻ നമ്പർ 1. അവിടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എങ്കിൽ നമ്മുടെ സോളിഞ്ചേഴ്സ് ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ എങ്ങനെ വരും? IH cross dou psi by dou t is equal to minus h cut square by 2m into dou square psi by dou t square plus v square എന്നാണ് നമ്മുടെ സോളിഞ്ചേഴ്സ് ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ എഴുതുന്നത്. എങ്കിൽ ഞാനൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, വേവ് ഫംഗ്ഷൻ എടുക്കുകയാണ്. ക്യാപിറ്റൽ ലെറ്റർ psi of st എന്ന് പറയുന്ന ഒരു വേവ് ഫംഗ്ഷൻ എടുക്കുകയാണ്. അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് is the product the function of psi of x and phi of t. ഞാൻ ക്യാപിറ്റൽ ലെറ്റർ psi of st എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു. അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് is the product of psi of x and phi of t. എങ്കിൽ എനിക്ക് ഇവിടെ dou psi by dou t ഉണ്ട്, dou square psi by dou x square ഉണ്ട്, dou square psi by dou x square. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം dou psi by dou t കണ്ടുപിടിച്ചു നോക്കാം. dou psi by dou t, ആ dou psi by dou t എടുക്കുമ്പോൾ നോക്കിയേ ഇവിടെ t യുടെ ടൈം അവൈലബിൾ. അപ്പോൾ psi of x എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കാം. psi of x into ഇവിടെ phi യുടെ ടൈം അവൈലബിൾ ആണ് dou phi by dou t. ഇക്വേഷൻ നമ്പർ 4. ഇനി നോക്കിയേ dou square psi by dou x square ആണ്, dou square psi by dou x square. അപ്പോൾ അവിടെ എന്തായാലും കോൺസ്റ്റന്റ് phi of t ആയിരിക്കും കോൺസ്റ്റന്റ്. അവിടെ psi എന്ന് പറയുന്നത് വേരിയബിൾ ആണ്, dou psi by dou. ഇക്വേഷൻ നമ്പർ 5 dou square psi by dou x square. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ ടൈം ഡിപെൻഡന്റ് ഇക്വേഷൻ എഴുതി. IH cross dou psi by dou t is equal to minus h cut square by 2m into dou square psi by dou x square plus v psi എഴുതി. ഇവിടെ psi is the function of psi of x and phi of t എഴുതി. phi of t എഴുതി. ഇവിടെ നോക്കിക്കേ dou psi by dou t എടുത്തു. dou psi by dou t എടുത്തപ്പോൾ psi of x എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, ഇവിടെ t യുടെ ടൈം വേരിയബിൾ ആണ്, dou phi by dou t എടുത്തു. ഇവിടെ നോക്കിക്കേ dou square psi by dou square is equal to phi of t into dou square psi by dou square. ഇനി എന്ത് ചെയ്യണം? ഇത് ഞാൻ ഇക്വേഷൻ 2 ൽ കൊടുക്കുക. ഇക്വേഷൻ 4 ആൻഡ് 5 ൽ ഇക്വേഷൻ നമ്പർ 2 ൽ കൊടുക്കുക. നമുക്ക് എന്ത് വരും? IH cross dou psi by dou t ക്ക് പകരം dou psi by dou t ക്ക് പകരം psi of x into dou phi by dou t. അപ്പോൾ psi of x into dou phi by dou t is equal to minus h cut square by 2m into dou square psi by dou square എന്ന് പറയാം phi of t into dou square psi by dou square. phi of t into dou square psi by dou square plus v of psi of x into phi of t. ഇക്വേഷൻ നമ്പർ 6 നോക്കുക. ഇവിടെ ഞാൻ IH cross ഇവിടെ നോക്കിയാൽ dou psi by dou t ക്ക് പകരം psi of x into dou phi by dou t എടുത്തു. psi of x into dou phi by dou t minus h cut square by 2m. ഇവിടെ dou square psi by dou square എടുക്കുമ്പോൾ phi of t എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പം psi അവിടെ വേരിയബിൾ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? phi of t into dou square psi by dou square plus v of psi of x into phi of t. ഇനി ഞാൻ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് psi of x phi of t കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. ത്രൂ ഔട്ട് എന്താണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും: IH cross psi of x divided by psi of x into phi of t into dou phi by dou t is equal to minus h cut square by 2m into phi of t divided by psi of x into phi of t into dou square psi by dou x square plus v psi of x into phi of t divided by psi of x into phi of t. ഇവിടെ ഞാൻ ഒന്നും ചെയ്തില്ല, ആകെ ഞാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അതിന് എന്ത് ചെയ്യുന്നത്? ത്രൂ ഔട്ട് psi of x into phi of t കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇവിടെ നോക്കിയേ psi of x ക്യാൻസൽ. അപ്പോൾ IH cross ഇവിടെ കിട്ടി 1 by phi of t into dou phi by dou t is equal to minus h cut square അതേപോലെ ഉണ്ട് 2m into phi of t ക്യാൻസൽ അപ്പോൾ 1 by psi of x ആണ്. psi of x into dou square psi by dou x square plus v. ഇവിടെ നിന്നെല്ലാം ക്യാൻസൽ ആയി പോയി v. ഇവിടെ നോക്കി
റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കേ പൊസിഷനെ മാത്രം ഡിപെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ്. അപ്പോൾ ഇത് രണ്ടിനെ എനിക്ക് എന്ത് കോൺസ്റ്റന്റ് ആയിട്ട് മാറ്റാം. ഞാൻ രണ്ടിനെ കോൺസ്റ്റന്റ് ആയിട്ട് മാറ്റാൻ പോവുകയാണ്. IH ക്രോസ് 1/5 of t into dou phi by dou t ആണ് k ആയിട്ട് എടുത്തു. അതേ കോൺസ്റ്റന്റ് അല്ലേ ഈ വരുന്നത്, രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ ഈ സെയിം കോൺസ്റ്റന്റ് കൊണ്ട് തന്നെ ആഡ് ചെയ്യും. ഇക്വേഷൻ നമ്പർ 7 ആയിട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യാം, -h²/2m into 1/psi of x into dou square psi by dou x square plus b is equal to another constant k തന്നെയാണ് ഇതിന്റെ കോൺസ്റ്റന്റ്. ഇക്വേഷൻ നമ്പർ 8. ഇവിടെ നമ്മൾ ആകെ ചെയ്തതെന്ന് വെച്ചാൽ v is the function of position coordinate only. v is equal to v of x എഴുതി, ടൈം ഡിപെൻഡൻസ് സോൾവേഴ്സ് ഇക്വേഷൻ എഴുതി. ഇവിടെ ഞാൻ ഒരു ഫംഗ്ഷൻ കൊണ്ടുവന്നു. assuming psi of st is the product function of psi of x and phi of t. ഇനി അവിടെ dou psi by dou t കണ്ടുപിടിച്ച് dou square psi by dou x square കണ്ടുപിടിച്ച് ഞാൻ ഇവിടെ കൊടുത്തു. ഞാൻ എന്ത് ചെയ്തു, ത്രൂ ഔട്ട് psi of x ഉം phi of t കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയതാണ് IH ക്രോസ് 1/5 of t into dou phi by dou t is equal to -h²/2m into 1/psi of x into dou square psi by dou x square plus b. ഇനി എന്ത് ചെയ്തു, രണ്ടും സെയിം. ഇവിടെ ടൈം ഡിപെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി, ഇവിടെ പൊസിഷനെ ഡിപെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി എഴുതണം. അപ്പോൾ എനിക്ക് ഇക്വേഷൻ കിട്ടിയത് IH ക്രോസ് 1/5 of t into dou phi by dou t. ഇക്വേഷൻ നമ്പർ 7 കൊടുത്തു. പിന്നെ ഒരു ഇക്വേഷൻ കിട്ടി നമുക്ക് -h²/2m into 1/psi of x into dou square psi by dou x square plus b. ഇക്വേഷൻ നമ്പർ 8. ഇവിടെ നോക്കിക്കേ, ഇക്വേഷൻ ഇത് കോൺസ്റ്റന്റ് കൊടുത്തു, k കൊടുത്തു, ഇക്വേഷൻ നമ്പർ 7 ആയിട്ട് കൊടുത്തു. ഇത് ഇക്വേഷൻ നമ്പർ k is equal to ഇക്വേഷൻ നമ്പർ 8 ആയി. ഇനി നോക്കിക്കേ, ഈ ഇക്വേഷൻ 7 നോക്കിക്കേ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള രൂപത്തിൽ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇക്വേഷൻ 7 ഞാൻ റീറിട്ടൺ ചെയ്യാനാണ്, ഒന്ന് റീറിട്ടൺ ചെയ്യാണ്. ഇങ്ങനെ ആക്കി d phi by phi is equal to ഈ IH ക്രോസ് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നു. ഒരു i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു i കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടി -i by h ക്രോസ് ഇൻറ്റു ബാക്കി എന്ത് dt ഉണ്ട്, k ഉണ്ട്, k ഇൻറ്റു dou t. ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള രൂപത്തിലാണ് കിടക്കുന്നത്. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുത്താൽ d phi by phi of t ഇവിടെ മാത്രം ലെഫ്റ്റ് സൈഡിലായിട്ട് അത് മാത്രം വന്നു. ഈക്വൽ ടു IH ക്രോസ് അങ്ങോട്ട് പോയി, ഞാൻ -i by h ക്രോസ് എഴുതി, k ഇൻറ്റു dou t. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വരും, ഇവിടെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറൽ ലോഗരിതം phi വരും ഈസ് ഈക്വൽ ടു -i by h cross into kt. I by h cross into kt. ഇനി നമ്മൾ phi എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, phi is equal to e to the power -i by h cross into kt. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന phi. ഇക്വേഷൻ നമ്പർ 9. ഇനി ഓൾറെഡി നമുക്കറിയാം psi is the function of ക്യാപിറ്റൽ psi is the function of നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 3 psi st എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ്, സ്മോൾ ലെറ്റർ psi of x ഉം phi of t തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ്. എങ്കിലും നമുക്ക് എങ്ങനെ മാറ്റാം, psi of xt ഇങ്ങനെ മാറും, psi of xt ഇങ്ങനെ മാറും. psi of xt എന്ന് പറയുന്നത് psi of x into phi ക്ക് നമ്മൾ എന്ത് കൊടുക്കുക, e to the power -i by h cross into k dot t. k dot t അല്ല k t. ഇവിടെ psi is the function of എന്തൊക്കെ തമ്മിലുള്ള psi of x and phi of t ആണ്. അപ്പോൾ phi of t നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. phi എന്ന് പറഞ്ഞാൽ e raised to -i by h cross into k. അതിനായിട്ട് കൊടുത്തു psi of x into e raised to -i by h cross into k. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ t യുടെ ടേമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു t. അപ്പോൾ dou psi by dou t എടുക്കുക. dou psi by dou t എടുക്കുമ്പോൾ ഇത് അതേപോലെ തന്നെ വരും. psi of x into e raised to -i by h cross into k t into -i by h cross അതേപോലെ വരും into k. ഓക്കെ, ഇനി ഞാൻ അതിന് കൊണ്ടുവന്നു -ik by h cross into ഇത് എന്ത് തന്നെയാണ്, psi തന്നെയാണ്, ക്യാപിറ്റൽ ലെറ്റർ psi. ഇതാണ് dou psi by dou t എടുക്കുന്നത്. ഇനി എന്ത്, ഈ i by h cross നെ എനിക്ക് ഇവിടെ കൊണ്ടുവന്നു, എനിക്ക് ഇവിടെ ഒരു i മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു i കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം, IH cross dou psi by dou t is
ഇക്വേഷൻ നമ്പർ 10. ഇത് നോക്കിക്കേ, ഇതേപോലത്തെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈം ഡിപെൻഡന്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. IH ക്രോസ് ഡോ സൈ ബൈ ഡോ ടി എന്ന് പറയുന്നത് എന്തായിട്ട് പഠിച്ചിട്ടുണ്ട്? ഈ സൈ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, IH ക്രോസ് ഡോ സൈ ബൈ ഡോ ടി എന്ന് പറയുന്നത് കെ സൈ ആയിട്ട് നമുക്ക് കിട്ടി. ഇവിടെ IH ക്രോസ് ഡോ സൈ ബൈ ഡോ ടി എന്ന് പറയുന്നത് ഈ സൈ ആണ്. K ഈസ് ഈക്വൽ ടു E ആയിട്ട് എഴുതാം നമുക്ക്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് K ഈസ് ഈക്വൽ ടു E ആയിട്ട് എഴുതാം. എങ്കിൽ ഈ ഇക്വേഷൻ, ഈ 8th ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് റീറിട്ടൺ ചെയ്ത് E ടൈമിൽ എനർജിയുടെ ടൈമിൽ നമുക്ക് എന്ത് വരും? മൈനസ് 8 can be rewritten as K is equal to E ആണ്. അതുകൊണ്ട് ഇവിടെ K ക്ക് പകരം E കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ minus h square by 2m into 1 by psi of x into dou square psi by dou x square plus b is equal to b. എന്നാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടിയത്. b is equal to k ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക? E കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 11. ഈ ഇക്വേഷൻ നമ്പർ 11 ഞാൻ എന്ത് ചെയ്യും? psi കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ psi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? minus h square by 2m into 1 by psi of x into psi of x into dou square psi by dou x square plus b psi is equal to e sin. അപ്പോൾ ഇവിടുത്തെ psi of x ക്യാൻസൽ ആയിട്ട് ബാക്കി എന്താണ്? minus h square by 2m into dou square psi by dou x square. ഞാൻ ഈ b നെ ഇപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നു e minus b into sin. ഇത് ഞാൻ ഇതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് തിരിഞ്ഞു വരും. dou square psi by dou x square is equal to minus 2m by h square into e minus b into sin. ഇത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ 0 ഡിക്റ്റേറ്റ് ചെയ്തു. എനിക്ക് ഇങ്ങനെ കിട്ടി dou square psi by dou x square plus 2me by h square into e minus b into sin is equal to 0. This is the time independent Schrödinger's equation. ഇതാണ് time independent Schrödinger's equation. dou square psi by dou x square plus 2m by h square into e minus b into sin is equal to 0. Okay, thank you.